സൗത്ത് കൽക്കട്ട ലോ കോളേജിലെ 24-കാരിയായ നിയമ വിദ്യാർത്ഥിനിയെ കൂട്ടബലാത്സംഗം ചെയ്ത കേസിൽ മുഖ്യപ്രതി മോണോജിത്ത് മിശ്രയാണെന്ന് കൊൽക്കത്ത പോലീസ് തിരിച്ചറിഞ്ഞ് അറസ്റ്റും ചെയ്തു. എന്നിരുന്നാലും മിശ്രയുമായി ബന്ധമുള്ള ആദ്യത്തെ കുറ്റകൃത്യമല്ല ഇത്. 31 വയസ്സുള്ള ഇയാളുടെ പേരിൽ മുൻപും പല കേസുകളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അലിപ്പൂർ കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ക്രിമിനൽ അഭിഭാഷകനാണ് മോണോജിത്ത് മിശ്ര. മിശ്ര നിലവിൽ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയല്ലെങ്കിലും താൽക്കാലിക അടിസ്ഥാനത്തിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. കോളേജ് ഗവേണിംഗ് ബോഡി ഏകദേശം 45 ദിവസം മുമ്പ് കരാർ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ നിയമിച്ചതായി വൈസ് പ്രിൻസിപ്പൽ നയന ചാറ്റർജി പറഞ്ഞു. രാഷ്ട്രീയ പ്രവർത്തനങ്ങളും പതിവ് വഴക്കുകളും കാരണം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മോണോജിത്തിൽ നിന്ന് അകന്നു കഴിഞ്ഞതായി പിതാവ് പറയുന്നുണ്ട്. ക്രിമിനൽ പശ്ചാത്തലമുള്ളതിനാൽ ഇയാളെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിനും വേണ്ടാതായി. ഇയാൾ നേതൃത്വം നൽകുന്ന അക്രമങ്ങൾ ക്യാമ്പസിൽ തുടർക്കഥകളായിരുന്നു. വിദ്യാർത്ഥികളെ ഉപദ്രവിക്കുന്നതിലും സഹപാഠികളെ ആക്രമിക്കുന്നതിനും ഒരു കാലത്ത് പേരുകേട്ടയാളാണ് പ്രതി. ജൂൺ 25-ന് കോളേജിലെ ഗാർഡ് റൂമിനുള്ളിൽ 1-ാം വർഷ വിദ്യാർത്ഥിനിയെ കൂട്ടബലാത്സംഗം ചെയ്തുവെന്ന് ആരോപിച്ച ലോ കോളേജിലെ നിലവിലെ 2 വിദ്യാർത്ഥികൾക്കൊപ്പം മനോജിത്തിനെയും ബുധനാഴ്ച പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. വിവാഹാഭ്യർത്ഥന നിരസിച്ചതിനാണ് ക്രൂരമായി പീഡിപ്പിച്ചതെന്ന് പരാതി നൽകിയ അതിജീവിത പോലീസിനോട് പറഞ്ഞത്. മനോജിത്തിനെതിരെ വർഷങ്ങളായി നിരവധി പരാതികൾ ഉയർന്നിരുന്നെങ്കിലും നടപടി സ്വീകരിച്ചിട്ടില്ല എന്ന് കോളേജ് വൃത്തങ്ങൾ പറയുന്നു. നാഷണൽ ഡെസ്ക്, മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.